ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അസീസ് ട്യൂട്ടോറിയൽ. നമ്മുടെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എങ്ങനെ കഴിഞ്ഞ 3 പാഠങ്ങളൊക്കെ നല്ല ഈസി ചാപ്റ്റേഴ്സ് ആയിരുന്നില്ലേ? അപ്പം നമ്മൾ അടുത്ത ചാപ്റ്ററിലേക്ക് കിടക്കാണ്. ഐഡന്റിറ്റീസ് എന്ന് പറയുന്ന ചാപ്റ്റർ കുറച്ചൊരു ട്വിസ്റ്റും കുറച്ചൊരു തലയൊക്കെ വർക്ക് ചെയ്യണം. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് നമുക്ക് ഈ ചാപ്റ്റർ മറ്റുള്ള ചാപ്റ്ററിൻ്റെ അത്ര ഗോളി കണ്ട അത്രയൊന്നും ഈസി അല്ല, എന്നാലും നമ്മളൊന്ന് മനസ്സ് വെച്ചാൽ ഈസി ആയ ഒരു ചാപ്റ്ററാണ്. അപ്പൊ നമുക്ക് അതിൽ കിടക്കാം. എന്താണ് ഐഡന്റിറ്റീസ് എന്ന് പറഞ്ഞാൽ? ഐഡന്റിറ്റീസ് മെയിൻലി നമുക്ക് ഈ ചാപ്റ്ററിൽ മാത്രമല്ല, ഇതിന്റെ ആപ്ലിക്കേഷൻ, ഇതൊരു ആപ്ലിക്കേഷൻ ലെവലിൽ വരുന്നതാണ്. ഇതിന്റെ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് എല്ലാ ചാപ്റ്ററിലും ഉപയോഗിക്കാൻ പറ്റും. എവിടെയെങ്കിലും നമുക്ക് ഒരു മൾട്ടിപ്ലിക്കേഷൻ വരികയാണെങ്കിലും ഒരു സ്ക്വയർ കാണാൻ വരികയാണെങ്കിലും ഒക്കെ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള ഒരു ആപ്ലിക്കേഷനും കൂടെ വരുന്നതാണ്. ജനറൽ ഫോമിൽ നമ്മൾ ഓരോന്നിനെയും ജനറൽ ഫോമിൽ എങ്ങനെയൊക്കെ എഴുതാമെന്ന് പറയുന്നതാണ് ഐഡന്റിറ്റീസ് എന്ന ചാപ്റ്റർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമുക്ക് തുടങ്ങാം. അപ്പൊ ഫസ്റ്റ് തന്നെ നമ്മളോട് ഒരു 2 നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യാൻ പറയുകയാണ്. 26 × 74. ഇങ്ങനെ ഒരു നമ്പർ മൾട്ടിപ്ലൈ ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ നോർമൽ മെത്തേഡ് എന്താണ്? 74 × 26 ഇങ്ങനെ ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പൊ ഐഡന്റിറ്റീസിൽ നമ്മൾ പഠിക്കുന്നത് ഇതിനെ എങ്ങനെ സിംപ്ലിഫൈ ചെയ്ത് സിമ്പിളായിട്ട് മൾട്ടിപ്ലൈ ചെയ്യാമെന്നാണ്. അപ്പൊ 26നെ എങ്ങനെ നമ്മൾ സിമ്പിൾ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് 26നെ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? 20 + 6 എന്ന് എഴുതാം. അതേപോലെ 74നെ 70 + 4 എന്നും എഴുതാം. ഇവിടെ ഇൻറ്റു ഉണ്ട്. ഓക്കെ, 26നെ 20 + 6 എന്ന് എഴുതി, 74നെ 70 + 4 എന്ന് എഴുതി. ഇനി ഇതിനെ എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യണം? ആദ്യം നമ്മൾ ഈ ഫസ്റ്റിലുള്ള 20 × 70 ചെയ്യണം. പ്ലസ്, ഇവിടെ എല്ലാം പ്ലസ് ആയതുകൊണ്ട് പ്ലസ്. അടുത്തത് 20 × 4 പ്ലസ് 6 × 70. 6 × 70 പ്ലസ് 6 × 4. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുക. അപ്പൊ 20 × 70 എന്ന് പറയുമ്പോൾ എന്താണ്? 2 × 7 14, 2 zeros ഇട്ട് കൊടുക്കുക. പ്ലസ് 2 × 4 8, ഒരു 0 ഇട്ട് കൊടുക്കുക. 6 × 7 42, അതിന്റെ കൂടെ ഒരു 0 ഇട്ട് കൊടുക്കുക. 6 × 4. ഓക്കെ, ഇനി ഇതിനെങ്ങനെ ആഡ് ചെയ്യാം? 1400 + 420 എന്ന് പറയുമ്പോൾ 1820 പ്ലസ് 80 എന്ന് പറയുമ്പോൾ 1900 പ്ലസ് 24 1924 എന്നുള്ളതാണ്. സിമ്പിൾ ആയിട്ട് ആൻസർ കിട്ടി. ഇനി ഇത് തന്നെയല്ലേ ഇവിടെ കിട്ടുക? 6 × 4 24, 2 7 × 6 42 പ്ലസ് 2 44, 2 × 4 8, 2 × 7 14. അപ്പൊ എന്ത് വരും? 4 8 4 12 9 119 24. അപ്പൊ അങ്ങനെ ചെയ്യുന്നതിന് പകരം ഇത് ഇങ്ങനെ ചെയ്തു. ഇത് ചെറിയ നമ്പേഴ്സിനല്ല, നമ്മൾ വലിയ നമ്പേഴ്സ് ഒക്കെ മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതിന്റെ ആപ്ലിക്കേഷൻ കൂടുതലായിട്ട് മനസ്സിലാവും. അതായത് ഇപ്പൊ ഒരു 103 + 302 ഇങ്ങനെയൊക്കെ മൾട്ടിപ്ലൈ ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? 103 × 302 എന്നൊക്കെ ഇങ്ങനെ എഴുതിയിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അതിന് പകരം നമുക്ക് 103നെ എങ്ങനെ മാറ്റി എഴുതാം? 100 + 3 എന്ന് എഴുതാം. ഇൻറ്റു 300 + 2 എന്ന് എഴുതാം. 100 × 3 ഇനി എന്താണ് ചെയ്യേണ്ടത്? 100 × 300 പ്ലസ് 100 × 2 പ്ലസ് 3 × 300 പ്ലസ് 3 × 2. അപ്പൊ 100 × 300 എന്ന് പറയുമ്പോൾ 3ഉം 4 zeros-ഉം. 100 × 2 200. 3 × 300 900 പ്ലസ് 3 × 2 6. അപ്പൊ ഇത്രയും സിമ്പിൾ ആയിട്ട് നമുക്ക് ഇനി ഇത് ആഡ് ചെയ്താൽ മതിയില്ലേ? 3. ഇതിനെ നമ്മൾ ഇനി ഒരു ആൾജിബ്രിക് എക്സ്പ്രഷൻ അല്ലെങ്കിൽ ജനറൽ ഫോമിലേക്ക് മാറ്റാണ്. അപ്പൊ അതെങ്ങനെയാണ് ചെയ്യാം? അപ്പൊ നമുക്ക് പഠിക്കാനുള്ള ഫസ്റ്റ് ഐഡന്റിറ്റി എന്ന് പറയുന്നത് ഇതിന്റെ ഒരു ജനറൽ ഫോം ആണ്. അതായത് 26ന് നമ്മൾ എന്താണ് എഴുതി? 26 × 4 എന്നുള്ളതിന് നമ്മൾ എക്സ് എന്താണ് എഴുതിയത്? 20 + 4 എന്നാണ് 6 എഴുതുന്നത്. 20 + 6 എന്നാണ് എഴുതിയത്. 74ന് 70 + 4 എന്നാണ് എഴുതിയത്. അപ്പൊ നമുക്ക് ഇതിനെ 2ഉം എക്സും, അതായത് 20 എന്നുള്ളതിന് എക്സ് ആയിട്ടും 6 എന്നുള്ളതിന് വൈ ആയിട്ടും അതേപോലെ 70 എന്നുള്ളതിന് യു ആയിട്ടും വൈ ഇ എൻ, അതായത് 2 സംഖ്യകൾ നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളതിനെ മൾട്ടിപ്ലൈ ചെയ്യാണ്. അപ്പൊ അതിനെന്താ ചെയ്തത്? is equal to എന്താണ് ചെയ്തത്? x into u plus പിന്നെന്താ ചെയ്തത്? x into v plus y into u plus y into
വി. ഇതാണ് നമുക്ക് ആദ്യം പഠിക്കാനുള്ള ഐഡന്റിറ്റി എന്ന് പറയുന്നത്. രണ്ട് സംഖ്യകൾ നമ്മളിങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അതിന്റെ രണ്ട് സംഖ്യകളുടെ സമ്മായിട്ട് എഴുതുക. എന്നിട്ട് അതിനെ ഇങ്ങനെ എക്സ് ഇൻറ്റു യു എക്സ് ഇൻറ്റു വി പ്ലസ് വൈ ഇൻറ്റു യു പ്ലസ് വൈ ഇൻറ്റു വി എന്ന ഫോമിൽ എഴുതി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ആൻസർ കിട്ടും. വലിയ നമ്പേഴ്സിനൊക്കെ നമുക്ക് ഇതുപോലെ ചെയ്യാം. അപ്പൊ ഐഡന്റിറ്റീസിൽ നമ്മൾ പറയുന്നത് എന്താണ്? ഇതുപോലെ നമ്മൾ ഓരോന്നിനും ജനറൽ ഫോർമുല ഉണ്ടാക്കുക എന്നുള്ളതാണ് ഐഡന്റിറ്റീസിൽ പറയുന്നത്. ഇനി അടുത്തതായിട്ട് നമ്മുടെ ടെക്സ്റ്റിൽ പറഞ്ഞിരിക്കുന്ന ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത്, ഇത് ഏത് സംഖ്യകളായാലും നമുക്ക് ഇതുപോലെ യൂസ് ചെയ്യാം. അതായത് ഡെസിമൽ ഫോംസ് ആയാലും ഫ്രാക്ഷണൽ ഫോംസ് ആയാലും ഏത് ഫോംസിനും ഇത് അപ്ലിക്കബിൾ ആണ്. നെക്സ്റ്റ് എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞിരിക്കുന്നത് 6.5 പ്ലസ് ഇൻറ്റു 8 1/3 ആണ്. അങ്ങനെ വരുമ്പോൾ എന്താണ്? 6.5 നമുക്ക് 6 പ്ലസ് 1/2 എന്ന് എഴുതാം. 8.5 8 പ്ലസ് 1/3 എന്ന് എഴുതാം. അങ്ങനെയാകുമ്പോൾ 6 ഇൻറ്റു 8 അപ്പം എന്താ വരിക? ഇസ് ഈക്വൽ ടു 6 ഇൻറ്റു 8 പ്ലസ് 6 ഇൻറ്റു 1/3 പ്ലസ് 1/2 ഇൻറ്റു 8 പ്ലസ് 1/2 ഇൻറ്റു 1/3. മനസ്സിലായല്ലോ? 6 ഇൻറ്റു 8 പ്ലസ് 6 ഇൻറ്റു 1/2 പ്ലസ് 1/2 ഇൻറ്റു 8 പ്ലസ് 1/2 ഇൻറ്റു 1/3. 6 ഇൻറ്റു 8 എന്ന് പറയുന്നത് 48. പിന്നെ 6 ഇൻറ്റു 1/3 എന്ന് പറയുമ്പോൾ 1 ഇവിടെ 2 വരും. 2 വരും അല്ലെ? 3-ല് 6-ല് 3 2 ടൈംസ് ആണ്. അതേപോലെ ഇവിടെ 8-ല് 2 4 ടൈംസ് ആണ്. പ്ലസ് 4 ഇവിടെ 4 വരും. പ്ലസ് 1/2 ഇൻറ്റു 1/3 എന്ന് പറയുമ്പോൾ 1/6. 1 ഇൻറ്റു 1 1 2 ഇൻറ്റു 3 6. അപ്പോൾ 48 പ്ലസ് 2 50. 50 പ്ലസ് 4 54 പ്ലസ് 1/6 വരും. therefore answer is 54 1/6. ഇതാണ് ആൻസർ വരിക. ഇതാണ് മെത്തേഡ്. മെത്തേഡ് മനസ്സിലായല്ലോ? എക്സ് പ്ലസ് വൈ ഇൻറ്റു യു പ്ലസ് വി ഇസ് ഈക്വൽ ടു എക്സ് യു പ്ലസ് എക്സ് വി പ്ലസ് വൈ യു പ്ലസ് വൈ വി. ക്ലിയർ? ഇനി നമുക്ക് കുറച്ച് ജനറൽ നമ്മളോട് ഓൾജിബ്രിക് എക്സ്പ്രഷൻ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതൊക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ്. എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞിരിക്കുന്ന അടുത്തൊരു എക്സാമ്പിൾ എന്ന് പറഞ്ഞിരിക്കുന്നത് ഒരു കലണ്ടർ ആണ്. കലണ്ടർ എന്താണ്? കലണ്ടറിലെ ഡേയ്സ് നിങ്ങൾക്കറിയാം. സൺഡേ, മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ. അപ്പോൾ കലണ്ടറിലെ ഡേറ്റ് ഇങ്ങോട്ട് 6 7 8 9 10 11 12 13 14 15 16 17 18 19. എന്നിട്ട് നമ്മളോട് പറഞ്ഞിരിക്കുകയാണ് ഏതെങ്കിലും ഒരു സ്ക്വയർ എടുക്കുക. സ്ക്വയർ എന്ന് പറയുന്നത് 4 നമ്പേഴ്സ് ഉള്ള ഒരു സ്ക്വയർ. ഇപ്പോൾ ഒരു എക്സാമ്പിൾ ആയിട്ട് ഇങ്ങനെ ഒരു സ്ക്വയർ, ഏതെങ്കിലും ഒരു സ്ക്വയർ എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ടെക്സ്റ്റിൽ തന്നിരിക്കുന്നത് 6 7 8 ആണ്. നമുക്ക് ഏത് വേണമെങ്കിലും എടുക്കാം. 7 8 14 15. ഇങ്ങനെ ഒരു 4 നമ്പേഴ്സിന്റെ സ്ക്വയർ എടുത്തു. എന്നിട്ട് എന്താ പറഞ്ഞിരിക്കുന്നത്? കോണോട് കോൺ മൾട്ടിപ്ലൈ ചെയ്യാം. അതായത് കോണോട് കോൺ എന്ന് പറയുന്നത് കോണിലുള്ള നമ്പേഴ്സ് ഇതാണ്. അപ്പൊ 15 ഇൻറ്റു 7 ഇതാണ് കോണോട് കോൺ മൾട്ടിപ്ലൈ എന്ന് പറയുമ്പോൾ 15 ഇൻറ്റു 7 ഇസ് ഈക്വൽ ടു എന്ത് വരും? 5 ഇൻറ്റു 7 35 3 1 ഇൻറ്റു 7 7 പ്ലസ് 3 105. അപ്പൊ നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് 8 ഇൻറ്റു 14 ആണ്. അപ്പൊ 14 അടുത്ത കോണോട് കോൺ എന്ന് പറയുന്നത് 14 ഇൻറ്റു 8 ഇസ് ഈക്വൽ ടു 4 ഇൻറ്റു 8 32 1 ഇൻറ്റു 8 8 പ്ലസ് 3 112 വരും. അപ്പോൾ എന്നിട്ട് എന്ത് ചെയ്യുക? ഇതിന്റെ മൈനസ് ചെയ്യുക. 112 മൈനസ് 105 ഇസ് ഈക്വൽ ടു എന്ത് വരും? 7 വരും. ഓക്കെ. നെക്സ്റ്റ് ഇതേപോലെ നമ്മൾ വേറൊരു കോൺ എടുത്തിട്ട് നോക്കാം. ഇപ്പൊ ഏതാണ് കോൺ എടുക്കുന്നത്? ഇപ്പൊ 3 4 10 11 3 4 10 11 ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. 10 11. അപ്പൊ ഇതിനെ എന്താ ചെയ്യേണ്ടത്? ഇനി കോണോട് കോൺ മൾട്ടിപ്ലൈ ചെയ്യാം. 3 ഇൻറ്റു 11. അപ്പൊ എന്ത് വരും? 3 ഇൻറ്റു 11 എന്ന് പറയുമ്പോൾ 33 വരും. ഇനി 10 ഇൻറ്റു 4 എന്ന് പറയുമ്പോൾ 40 വരും. 40 മൈനസ് 33 എന്ന് പറയുമ്പോൾ 7 വരും. അപ്പൊ ഇവിടെ എന്താണ് കാണുന്നത്? ഏത് കലണ്ടറിൽ എവിടെ എടുത്തു കഴിഞ്ഞാലും നമ്മൾ 4 നമ്പേഴ്സ് ഉള്ള സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ അതിനെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് മൈനസ് ചെയ്യുമ്പോൾ കോണോട് കോൺ മൾട്ടിപ്ലൈ ചെയ്ത് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 7 എന്നുള്ള ഒരു ആൻസർ വരുന്നുണ്ട്. ഇതിന് നമ്മളോട് ജനറൽ ആയിട്ട് ഇത് ജനറൽ ഫോമിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഇതിന്റെ ഒരു ആൾജിബ്രിക് എക്സ്പ്രഷൻ എടുക്കും. അടുത്തതായിട്ട് നമുക്ക് ബീജഗണിത രൂപം അല്ലെങ്കിൽ ആൾജിബ്രിക് എക്സ്പ്രഷൻ എഴുതാൻ വേണ്ടിയിട്ട് ഞാൻ 4 നമ്പേഴ്സ് എടുത്തു. ഇതാണ് കലണ്ടറിലെ നമ്പേഴ്സ്. ഒരു സ്ക്വയർ എടുത്തിട്ടുണ്ട്. അതിലെ കോണോട് കോൺ നമ്പേഴ്സ് ആണ് ഇത് 1 9 2 8. അപ്പൊ എന്താ ചെയ്യേണ്ടത്?
നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഓൾജിബ്രിക് എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് എക്സ് വൈ അങ്ങനെയുള്ള ലെറ്റേഴ്സ് വെച്ചിട്ടുള്ള എക്സ്പ്രഷൻ ആണ് ഓൾജിബ്രിക് എക്സ്പ്രഷൻ എന്ന് പറയുന്നത് എന്നൊക്കെ എല്ലാവർക്കും അറിയാലോ. അപ്പൊ നമ്മൾ ആദ്യം 1 എന്നുള്ളതിന് പകരം എക്സ് എന്ന് എടുക്കുകയാണ്. 1 എക്സ് ആണെങ്കിൽ 2 എന്ന് പറയുന്നത് എന്താണ്? എക്സ് പ്ലസ് 1 ആണല്ലോ. 1നോട് 1 കൂട്ടിയതാണ് 2 വരുന്നത്. അപ്പം എക്സിനോട് 1 കൂട്ടിയത്. 8 എന്ന് പറയുന്നതോ എക്സ് പ്ലസ് 7 ആണ്. 9 എന്ന് പറയുന്നത് എക്സ് പ്ലസ് 8 ആണ് അല്ലെ. 1നോട് 7 കൂട്ടിയതാണ് 8 എന്ന് പറയുന്നത്. അപ്പൊ എക്സ് പ്ലസ് 7. 1നോട് 8 കൂട്ടിയതാണ് 9 എന്ന് പറയുന്നത് എക്സ് പ്ലസ് 8. അപ്പൊ നമ്മുടെ നമ്പേഴ്സ് ഏതൊക്കെയായി? എക്സ്, എക്സ് പ്ലസ് 1, എക്സ് പ്ലസ് 7, എക്സ് പ്ലസ് 8. ഇനി ഇതിന് നമ്മൾ എന്താ ചെയ്യേണ്ടത്? കോണോട് കോൺ ഗുണിക്കുക എന്ന് പറഞ്ഞാൽ എക്സ് ഇൻറ്റു എക്സ് പ്ലസ് 8 ഗുണിച്ചാൽ എന്ത് വരും? എക്സ് ഇൻറ്റു എക്സ് പ്ലസ് 8 എന്ന് പറയുമ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് 8x. അതേപോലെ കോണോട് കോൺ അടുത്തത് എക്സ് പ്ലസ് 1 ഇൻറ്റു എക്സ് പ്ലസ് 7 എന്ത് വരും? എക്സ് ഇൻറ്റു എക്സ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് ഇൻറ്റു 7 7x പ്ലസ് 1 ഇൻറ്റു എക്സ് എക്സ് പ്ലസ് 7 വരും. ഇനി എന്താണ്? ദിസ് ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 8x പ്ലസ് 7 വരും. അപ്പൊ ഇനി എന്താണ്? കോണോട് കോൺ ഗുണിച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്താ ചെയ്തത്? മൈനസ് ചെയ്തു. വലുതിൽ നിന്ന് ചെറുത് മൈനസ് ചെയ്തു. ഇവിടെ എക്സ് സ്ക്വയർ പ്ലസ് 8x പ്ലസ് 7 മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് 8x ആണ് മൈനസ് ചെയ്യേണ്ടത്. മൈനസ് ഇങ്ങനെ ഇടണം. ബ്രാക്കറ്റ് ഇട്ടില്ലെങ്കിൽ എന്താണ്? ഈ മൊത്ത സംഖ്യയാണ് നമ്മൾ മൈനസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ബ്രാക്കറ്റ് ഇട്ടിരിക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യാം? ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 8x പ്ലസ് 7 മൈനസ് എക്സ് സ്ക്വയർ മൈനസ് 8x ഇസ് ഈക്വൽ ടു, അപ്പൊ ഇവിടെ എന്ത് വരും? ഈ മൈനസ് ഇങ്ങോട്ടുള്ളിലേക്ക് പോകും. എക്സ് സ്ക്വയറിനെ മൈനസ് ചെയ്യുമ്പോൾ ബ്രാക്കറ്റിനുള്ളിലേക്ക് പോകുമ്പോൾ ഇതൊക്കെ മൈനസ് ആവും. അപ്പൊ എക്സ് സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ക്യാൻസൽ ആയി പോകും. 8 പ്ലസ് 8x മൈനസ് 8x ക്യാൻസൽ ആവും. ആൻസർ 7 മാത്രം വരും. അപ്പോൾ ഓൾജിബ്രിക്കലി നമുക്ക് ഈ എക്സിന് ഇനി ഏത് വാല്യൂ ഇട്ട് കൊടുത്താലും, 1ന് പകരം നമുക്ക് 2 വാല്യൂ ഇട്ട് കൊടുത്താലും ഇവിടെ എന്തായിരിക്കും? ഇത് 3 ആയിരിക്കും. ഇത് 2 പ്ലസ് 7 9 ആയിരിക്കും. ഇത് 2 പ്ലസ് 8 10 ആയിരിക്കും. 2 3 9 10 അങ്ങനെയുള്ള ഇത് വരും. അതിലെയും നമ്മളിങ്ങനെ കോണോട് കോൺ ഗുണിച്ചിട്ട് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 7 എന്നുള്ള ആൻസർ വരും. ഇതാണ് ആൾജിബ്രിക്കലി നമ്മൾ റെപ്രസെന്റ് ചെയ്യാൻ പോകുന്നത്. ഇനി ടെക്സ്റ്റുവൽ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ കൂടുതൽ ക്ലിയർ ആവും. പേജ് നമ്പർ 68 ഫസ്റ്റ് പ്രോബ്ലം നോക്കുക. ഫസ്റ്റ് പ്രോബ്ലം എന്താണ്? റൈറ്റ് നമ്പേഴ്സ് ലൈക്ക് ദീസ്. നമുക്കൊരു നമ്പേഴ്സ് തന്നിട്ടുണ്ട് 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 ഇങ്ങനെ ഒരു 5 സെറ്റിന്റെ നമ്പേഴ്സ് ആണ് തന്നിരിക്കുന്നത്. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ആസ് ഇൻ ദ കളർഡ് മാർക്ക് 4 numbers in a square and find the difference of diagonal products. Is it same for all squares of 4 numbers? എന്താ പറഞ്ഞിരിക്കുന്നത്? നമ്മളോട് കലണ്ടറിൽ ചെയ്തതുപോലെ 4 നമ്പേഴ്സിന്റെ ഒരു സ്ക്വയർ എടുക്കുക, എന്നിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. എന്താണ് ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത്? 7 8 12 13 ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ കോണോട് കോൺ എന്ന് പറയുമ്പോൾ 7 into 13 is equal to 7 into 3 21 2 7 1 7 plus 2 9 91 വരും. അടുത്തത് 12 into 8 is equal to എന്ത് വരും? 8 into 2 16 1 1 into 8 8 96 വരും. ഇതിന്റെ ഡിഫറൻസ് കാണുമ്പോൾ 96 minus 91 is equal to 5 വരും. ഇനി അനദർ 4 സെറ്റ് ഓഫ് നമ്പേഴ്സ് എടുക്കാം. അനദർ നമ്പർ എടുക്കുക. ഏതൊക്കെയാണ്? ഏതെടുത്താലും കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഞാനിപ്പോൾ ഇവിടെ ഈ നമ്പേഴ്സ് എടുക്കുകയാണ്. 9 into 15 ആണ് കോണോട് കോൺ എന്ന് പറയുന്നത്. അതായത് ഡയഗണൽ നമ്പേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? ഡയഗണൽ പ്രൊഡക്ട്സ് എന്ന് പറയുന്നത് 9 into 15 ആണ്. 5 into 9 45 4 1 into 9 9 plus 4 10 11 12 13 31 35 വരും. ഇനി 14 into 10 എന്ന് പറയുന്നത് 140 വരും. Therefore difference between diagonal products എന്ന് പറയുന്നത് 135. This is equal to 5. അപ്പോൾ എല്ലായിടത്തും 5 ആണ് ഡിഫറൻസ് വരുന്നത്. ഇനി എന്താണെന്ന് പറഞ്ഞിരിക്കുന്നത്? Explain why this is for using algebra. Algebra യൂസ് ചെയ്തിട്ട് എന്തുകൊണ്ടാണ് ഇത് ഇങ്ങനെ വരുന്നത് എന്ന് നമ്മളോട് പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്പേഴ്സ് ഇതൊക്കെയാണ് 7 8 12 13. അപ്പോൾ എന്താണ്? എക്സ് എന്ന് പറയുന്നത് 7 ആണെങ്കിൽ 8 എന്ന് പറയുന്നത് x plus 1 ആണ്. 12 എന്ന് പറയുന്നത് എന്താണ്? x plus 5 ആണ്. 7നോട് 5 ആഡ് ചെയ്യുന്നതാണ്.
ഇതോ എക്സ് പ്ലസ് 6 ആണ്. ഓക്കെ ആണല്ലോ. അപ്പൊ നമ്പേഴ്സ് ഏതൊക്കെയാണ്? എക്സ്, എക്സ് പ്ലസ് 1, എക്സ് പ്ലസ് 5, എക്സ് പ്ലസ് 6. ഇനി ഡയഗണൽ പ്രോഡക്ട്സ് എന്ന് പറയുന്നത് എക്സ് ഇൻറ്റു എക്സ് പ്ലസ് 6 is equal to x square. X into x, x square plus x into 6, 6x. Next, x plus 1 into x plus 5 is equal to എന്ത് വരും? എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ അറിയാലോ. x into x, x square plus x into 1, 5x plus 1 into x, x plus 1 into 5, 5. This is equal to x square plus 5x plus x, 6x വരും plus 5. ഇനി വലത്തിൽ നിന്ന് ചേർത്ത് വരയ്ക്കുക. x square plus 6x plus 5 minus of x square plus 6x. മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും? x square plus 6x plus 5 minus x square minus 6x എന്ന് വരും. അപ്പോൾ പ്ലസ് എക്സ് സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ക്യാൻസൽ ചെയ്ത് പോകും. പ്ലസ് 6x മൈനസ് 6x ക്യാൻസൽ ചെയ്ത് പോയി കഴിഞ്ഞാൽ ആൻസർ 5 ആയിരിക്കും. സോ ഇത് നമ്മൾ എന്തുകൊണ്ടാണ് വരുന്നത്? ഓൾജിബ്രിക്കലി നമ്മൾ ഇത് എക്സിന് ഏത് വാല്യൂസ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാലും ഇങ്ങനെയാണ് 5 ആയിരിക്കും ആൻസർ വരിക. നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഇൻസ്റ്റെഡ് ഓഫ് square of 4 numbers, take square of 9 numbers and mark only the numbers at the 4 corner. എന്താണ് പറഞ്ഞിരിക്കുന്നത്? 4 നമ്പേഴ്സിന് പകരം 9 നമ്പേഴ്സ് എടുക്കുക. അപ്പൊ അവിടെ തന്നിരിക്കുന്നത് നമുക്ക് 8, 9, 10. ടെക്സ്റ്റിൽ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ 8, 9, 10, 13, 14, 15. പിന്നെ എന്താണ്? 18, 19, 20. എന്നിട്ട് എന്താ പറഞ്ഞിരിക്കുന്നത്? ഡയഗണൽ പ്രൊഡക്ട്സ് കാണാം. ഡയഗണൽ പ്രൊഡക്ട്സ് എന്ന് പറയുന്നത് ഡയഗണൽ 4 ഡയഗണൽസിലുള്ള എൻഡിലുള്ളത് മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 8 into 20 എന്ന് പറയുമ്പോൾ 160 വരും. ഇനി 18 into 10 എന്ന് പറയുമ്പോൾ 180 വരും. Therefore 180 minus 160 is equal to 20. ആൻസർ വന്നു. ഇനി നമ്മളോട് എന്താണ് പറഞ്ഞിരിക്കുന്നത്? യൂസിങ് ഓൾജിബ്ര വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനാണ്. അപ്പോൾ എക്സ് എന്ന് പറയുന്നത് 8 എന്ന് പറയുന്നത് എക്സ് ആണെങ്കിൽ 10 എന്ന് പറയുന്നത് എക്സ് പ്ലസ് 2 ആണ്. 18 എന്ന് പറയുന്നത് എക്സ് പ്ലസ് 10 ആണ് അല്ലേ? ഇതിനോട് 10 ആഡ് ചെയ്തിട്ടുള്ളതാണ്. ഇതിനോട് 2 ആഡ് ചെയ്തിട്ടുള്ളതാണ്. ഇതിനോടോ 8ൽ നിന്ന് 20 എന്ന് പറയുമ്പോൾ എക്സ് പ്ലസ് 12 ആണ്. 8നോട് 20 ആണെങ്കിൽ എക്സ് പ്ലസ് 12 ആണ്. ഇതാണ് നമ്മുടെ terms. Any diagonal products in the variable x into x plus 12 is equal to x into x square plus x into 12, 12x. Next, x plus 10 into x plus 2 is equal to x into x square plus x into 2, 2x plus 10 into x, 10x plus 20. Any x square 2x plus 10x എന്ന് പറയുന്നത് 12x plus 20. Therefore x square plus 12x plus 20 minus x square വരും minus 12x വരും. ഇവിടെ ഞാൻ മൈനസ് ബ്രാക്കറ്റ് ഇടാതെ തന്നെ മൈനസ് ഉള്ളിലേക്ക് എടുത്തതാണ്. അതുകൊണ്ടാണ് മൈനസ് എക്സ് സ്ക്വയർ മൈനസ് 12x ഒരു സ്റ്റെപ്പ് കട്ട് ചെയ്തതാണ്. എന്താണ് അവിടെ ഉണ്ടാവുക? മൈനസ് ഇട്ടിട്ട് ഇങ്ങനെ ബ്രാക്കറ്റിൽ പ്ലസ് ആയിരിക്കും ഉണ്ടാവുക. അപ്പം ഞാൻ അത് അടുത്ത സ്റ്റെപ്പിൽ ആ മൈനസ് ഉള്ളിലേക്ക് എടുക്കുമ്പോൾ മൈനസ് എക്സ് സ്ക്വയറും മൈനസ് 12x ആയിരിക്കും. അപ്പോൾ പ്ലസ് എക്സ് സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ക്യാൻസൽ, പ്ലസ് 12x മൈനസ് 12x ക്യാൻസൽ. ആൻസർ 20. എക്സിന് ഏത് വാല്യൂസ് ഇട്ട് കൊടുത്താലും ആൻസർ 20 ആയിരിക്കും ഈ ഒരു ടേബിളിൽ. ക്ലിയർ? ടെക്സ്റ്റിൽ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു മൾട്ടിപ്ലിക്കേഷൻ ടേബിളിന്റെ എക്സാമ്പിൾ. അപ്പോൾ ആ എക്സാമ്പിൾ ടെക്സ്റ്റിൽ ചെയ്തത് സെറ്റ് ഓഫ് 4 സ്ക്വയർസിന്റെ നമ്പേഴ്സിന്റെ എടുത്തിട്ടായിരുന്നു. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ, ഇൻ ദ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ മെയ്ഡ് ഏർലിയർ, take a square of 9 numbers instead of 4 and mark the numbers at the 4 corners. What is the difference of diagonal sums? Explain using algebra why this difference is the same for all such squares.
അപ്പൊ എന്താ ചോദിച്ചിരിക്കുന്നത്? എന്താണ് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? 1 ടേബിൾസ് എന്ന് എഴുതിയ 1 2 3 4 5 6 ഇങ്ങനെയാണ്. 1 × 1 1, 1 × 2 1 × 3 1 × 4. ഇനി 2 ടേബിൾ എഴുതാണെങ്കിലോ 2 × 1 2, 2 × 2 4, 2 × 3 6, 2 × 4 8 10 12 അങ്ങനെ വരും. 3 ടേബിൾ ആണെങ്കിലോ 3 9 3 3 × 3 1 × 3 3, 2 × 3 6, 3 × 3 9, 4 × 3 12, 5 × 3 15 അങ്ങനെ പോകും. ഇനി 4-ൻ്റെതാണെങ്കിൽ 1 × 4 4, 2 × 4 8, 3 × 4 12, 4 × 4 16, 5 × 4 20. ഇതാണ് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ. എന്നിട്ട് എന്താണ് പറഞ്ഞിരിക്കുന്നത്? ടെക്സ്റ്റിൽ ചെയ്തിരിക്കുന്നത് സെറ്റ് ഓഫ് 4 സ്ക്വയർസ് ആയിരുന്നു. ഇവിടെ 9 സ്ക്വയർസ് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ തന്നിരിക്കുന്നത് 6. ഇനി ഇത് തന്നിരിക്കുന്നത് ഇങ്ങനെയാണ്. 6 8 ടേബിൾ ഇങ്ങനെ എഴുതാം. 1 ടേബിൾ 1 2 3 4 അങ്ങനെ 2 2 4 6 8 10 അങ്ങനെയാണ് ടേബിൾ വരാം. അപ്പൊ തന്നിരിക്കുന്നത് ഇതൊക്കെയാണ് 6 8 10 ഇങ്ങോട്ടേക്കുള്ള 6 8 10 9 12 15 പിന്നെന്താണ് 12 6 16 20. എന്നിട്ട് ഇതിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? വാട്ട് ഈസ് ദ ഡിഫറൻസ് ഓഫ് ഡയഗണൽ സംസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഡയഗണൽ എടുത്തിട്ട് അതിന്റെ സം ആണ് കണ്ടെത്തുന്നത്, പ്രോഡക്റ്റ് അല്ല. അപ്പോൾ അത് ക്വസ്റ്റ്യനിൽ നോക്കണം. എന്താണ് പ്രൊഡക്റ്റ് കാണാനാണോ സം കാണാനാണോ പറഞ്ഞിരിക്കുന്നത്? അപ്പൊ ഇവിടെ സം എന്ന് പറയുമ്പോൾ എന്താണ്? 20 + 6 26, 12 + 10 22. Therefore 26 - 22 = 4 വരും. ഇനി എന്താണ്? എക്സ്പ്ലെയിൻ യൂസിങ് ആൾജിബ്ര വൈ ദിസ് ഡിഫറൻസ് ഇസ് ദ സെയിം ഫോർ ഓൾ സച്ച് സ്ക്വയർസ്. എക്സ്പ്ലെയിൻ യൂസിങ് ആൾജിബ്ര എന്ന് പറയുമ്പോൾ നമുക്കിവിടെ 6 എന്ന് പറയുന്നത് എക്സ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ 10 എന്ന് പറയുന്നത് എക്സ് പ്ലസ് 4 ആണ്, 12 എന്ന് പറയുന്നത് എക്സ് പ്ലസ് 6 ആണ്, 20 എന്ന് പറയുന്നത് എക്സ് പ്ലസ് 14 ആണ്. ഓക്കെ. അപ്പോൾ സം എന്ന് പറയുമ്പോൾ എക്സ് പ്ലസ് ഡയഗണൽ സം ആണ് എക്സ് പ്ലസ് 14 is equal to x plus x 2x plus 14. Next x plus 6 plus x plus 4 is equal to x plus x 2x 6 plus 4 10. Therefore 2x plus 14 ഏതാണോ വലുത് അതിൽ നിന്നാണ് നമ്മൾ മൈനസ് ചെയ്യുക. 2x plus 10. 2x plus 14 minus 2x minus 10 plus 2x minus 2x cancel. 14 minus 10 is equal to 4. Using algebra വെച്ചിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു. What if we take a square of 16 numbers? അപ്പോൾ നമ്മൾ ഒരു നമ്പേഴ്സ് കൂടെ ഇവിടെ 12 ഇവിടെ എന്താണ് 18 24 ഈ നമ്പേഴ്സും കൂടെ വരും. എന്നിട്ട് താഴേക്കും കൂടെ വരും. 12 പറയുമ്പോൾ ഇത് 15 മൂന്നിൻ്റെതാണ് 16 20 ഇങ്ങനെ നമ്പേഴ്സ് വരും. അതും കൂടെ വെച്ചിട്ട് ചെയ്ത് നോക്കാം. ഇതേപോലെ ഡയഗണൽ സംസ് കണ്ടിട്ട് ഡിഫറൻസ് കാണാം. അപ്പോൾ അത് നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി. ക്വസ്റ്റ്യൻ ലുക്ക് അറ്റ് ദിസ്. 1 × 4 is equal to 2 × 3 minus 2. 2 × 5 is equal to 3 × 4 minus 2. Then 3 × 6 is equal to 4 × 5 minus 2. 4 × 7 is equal to പിന്നെന്താണ് വന്നിരിക്കുന്നത് 5 × 6 minus 2 ആണ്. ക്വസ്റ്റ്യൻ എന്താണ്? Write the next two lines in this pattern. If we take 4 consecutive natural numbers, what is the relation between the products of the first and last and the product of the middle two? Write this as general principle in algebra and explain it. എന്തൊക്കെയാ പറഞ്ഞിരിക്കുന്നത്? ഇതിന്റെ നെക്സ്റ്റ് 2 ലൈൻസ് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. എന്താ എഴുതാം? ഇവിടെ നോക്കിയാൽ 1 2 3 4. അപ്പൊ നെക്സ്റ്റ് ലൈൻ 5 ആയിരിക്കും. 4 5 6 7 into 8 ആയിരിക്കും. 2 3 4 5 6 ആയിരിക്കും. ഇവിടെ 3 4 5 6 7 ആയിരിക്കും into -2.
നെക്സ്റ്റ് ഇവിടെ 6 ആയിരിക്കും, 9 ആയിരിക്കും, ഇവിടെ 7 ആയിരിക്കും, 8 ആയിരിക്കും, -2. ഇനി if you take next first question ആൻസർ ആയി 2 ലൈൻസ് നമ്മൾ എഴുതി. ഇനി നെക്സ്റ്റ് എന്താ പറഞ്ഞിരിക്കുന്നത്, if we take 4 consecutive natural numbers. എക്സാമ്പിൾ ആയിട്ട് ഇപ്പം ഞാൻ 4 consecutive natural numbers എന്ന് പറഞ്ഞാൽ 1 2 3 4 ഇങ്ങനെ ഒരു നമ്പേഴ്സ് എടുക്കാണ്. എന്നിട്ട് അതിന്റെ പ്രോഡക്റ്റ് ആണ്. വാട്ട് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ ദ പ്രോഡക്ട്സ് ഓഫ് ദ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ടേം 1 into 4 ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ടേമും മിഡിൽ ടേം എന്താ and the product of the middle two. Product of middle term എന്ന് പറഞ്ഞാൽ 2 into 3. അപ്പൊ ഇവിടെ 1 into 4 എന്ന് പറയുന്നത് 4 ആണ് വരിക. ഇത് 2 into 3 എന്ന് പറയുന്നത് 6 ആണ് വരിക. അതിൽ നിന്ന് എത്ര മൈനസ് ചെയ്യണം? 2 മൈനസ് ചെയ്യണം, 4 കിട്ടും. അപ്പൊ അതിൽ നിന്ന് ഇവിടെ തന്നിരിക്കുന്നത് 1 2 3 4 എന്ന് പറയുന്ന കോൺസിക്യൂട്ടീവ് നമ്പേഴ്സിലെ ഫസ്റ്റും ലാസ്റ്റും ടേം മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ മിഡിൽ ടേംസിന്റെ പ്രൊഡക്റ്റിന് നിന്നും 2 കുറവാണ്. അപ്പൊ എന്താണ് ഡിഫറൻസ് ഇൻ രണ്ടിന്റെ ഒരു ഡിഫറൻസ് ഉണ്ട്. എന്താ പ്രൊഡക്ട്സ് തമ്മിൽ ഒരു 2ന്റെ ഡിഫറൻസ് ഉണ്ട്. എന്താണ് അപ്പൊ ഇതിനെങ്ങനെ എഴുതാം? The products of first and last is equal to the product of middle two numbers minus 2. മിഡിലുള്ള 2 നമ്പേഴ്സിന്റെ പ്രൊഡക്റ്റും അതിൽ നിന്ന് -2 ചെയ്ത് കഴിഞ്ഞാൽ is equal to the product of first and last number. ഇനി ഇതിനെ ജനറൽ ഫോമിൽ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മള് 1 2 3 4 ആണെങ്കിൽ ഇത് x ആണെങ്കിൽ അടുത്തത് x plus 1 ആണ്, അടുത്തത് x plus 2 ആണ്, അടുത്തത് x plus 3 ആണ്. അപ്പൊ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ടേം എന്ന് പറയുന്നത് x into x plus 3 ആണ്. is equal to x square plus 3x വരും. ഇനി മിഡിൽ ടേംസ് നമ്മൾ പറയുന്നത് എന്തൊക്കെയാണ്? x plus 1 into x plus 2 ആണ്. x into x x square plus 2x plus x plus 2. That is equal to x square plus 3x 2x plus x എന്ന് പറയുന്നത് 3x plus 2. ഇനി ഇതിൽ നിന്ന് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ x square plus 3x plus 2 minus x square plus 3x. വലുതിൽ നിന്ന് ചെറുത് മൈനസ് ചെയ്യാം. x square plus 3x plus 2 minus x square minus 3x. x square minus x square cancel plus 3x minus 3x cancel 2. അതായത് ഒരു 2ന്റെ ഡിഫറൻസ് ഉണ്ടാവും. അതിന്റെ പ്രൊഡക്ട്സ് തമ്മിൽ ഒരു 2ന്റെ ഡിഫറൻസ് ഉണ്ടാവും. ഇതിന് നമ്മൾ ജനറൽ പ്രിൻസിപ്പിൾ ആയിട്ട് എഴുതി. ഇനി ഒരു 4th ക്വസ്റ്റ്യൻ ഉണ്ട്. ഈ സെക്ഷനിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് 4th ക്വസ്റ്റ്യൻ. എന്താണ് 4th ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്? ഷോ ബിലോ ഇസ് എ മെത്തേഡ് ടു ദ പ്രൊഡക്റ്റ് 46 into 28. 46 into 28 എന്ന് പറയുന്ന ഒരു നമ്പറിന്റെ പ്രൊഡക്റ്റ് കണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് കണ്ടിരിക്കുന്നത്? ഫസ്റ്റ് അവൻ എന്താ ചെയ്തത്? ടെൻസിന്റെ പ്ലേസിലുള്ള സാധനങ്ങൾ ഏതൊക്കെയാണ്? 4ഉം 2ഉം മൾട്ടിപ്ലൈ ചെയ്തു. 4 into 2 മൾട്ടിപ്ലൈ ചെയ്തു, 8 കിട്ടി. അതിനെ into 100 ചെയ്തു. That's equal to 800 കിട്ടി. നെക്സ്റ്റ് എന്താണ് ചെയ്തിരിക്കുന്നത്? 4 into 8 അതായത് ഫസ്റ്റിന്റെ ടെൻസ് പ്ലേസിലുള്ളതും സെക്കൻഡിന്റെ യൂണിറ്റ് പ്ലേസിലുള്ളതും പ്ലസ് സെക്കൻഡിന്റെ ടെൻസ് പ്ലേസിലുള്ളതും 2 into 6 അല്ലെങ്കിൽ 6 into 2. സെക്കൻഡിലെ യൂണിറ്റ് പ്ലേസിലുള്ളതും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ട് ഒന്ന് മൾട്ടിപ്ലൈ ചെയ്തു. 4 into 2. ഇതിന്റെ ആദ്യം 10th പ്ലേസിലുള്ളതും യൂണിറ്റ് പ്ലേസിലുള്ളതും മൾട്ടിപ്ലൈ ചെയ്തു. പിന്നെ യൂണിറ്റ് പ്ലേസിലുള്ളതും 10th പ്ലേസിലുള്ളതും അങ്ങോട്ടും ഇങ്ങോട്ടും മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആഡ് ചെയ്തു. 4 into 8 എന്ന് പറയുന്നത് 32 plus 6 into 2 എന്ന് പറയുന്നത് 12. That's equal to 44 വരും. ആ 44നെ into 10 ചെയ്തു. That's equal to 440 കിട്ടി. പിന്നെ യൂണിറ്റ് പ്ലേസിലുള്ള നമ്പേഴ്സ് ഏതൊക്കെയാണ്? 6 into 8. That's equal to 48. അതിനൊന്നും ചെയ്തില്ല, അതേപോലെ അവിടെ വെച്ചു ആഡ് ചെയ്തു. 8 പിന്നെന്താണ്? 8 1 2 8 8 ഇങ്ങനെ ഒരു ആൻസർ കിട്ടി. ഇത് മൾട്ടിപ്ലൈ ചെയ്ത് ഡയറക്റ്റ് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയാലും ഇതേ ആൻസർ തന്നെയാണ് കിട്ടുക. അപ്പൊ ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാനുള്ള ഒരു മെത്തേഡാണ് അവരിവിടെ ചെയ്തു തന്നിരിക്കുന്നത്. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ചെക്ക് ദിസ് മെത്തേഡ് ഫോർ സം അതർ 2 ഡിജിറ്റ് നമ്പേഴ്സ്. ഏതെങ്കിലും അതർ 2 ഡിജിറ്റ് നമ്പേഴ്സിന് നമ്മളോട് ചെക്ക് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്. ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ ആയിട്ട് 54 into 13 എന്നുള്ള നമ്പർ എടുക്കുകയാണെങ്കിൽ ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടത്? ടെൻസിന്റെ
പ്ലേസിലുള്ള നമ്പേഴ്സ് 5 into 1 ചെയ്തു. 5 കിട്ടി. into 100 500. നെക്സ്റ്റ് എന്താണ്? 5 into 3 ഇതിന്റെ ടെൻസ് പ്ലേസ്, ഇതിന്റെ യൂണിറ്റ് പ്ലേസ്, പ്ലസ് 4 into ഇതിന്റെ യൂണിറ്റ് പ്ലേസ്, ഇതിന്റെ ടെൻത്ത് പ്ലേസ്. 1 is equal to 15 plus 4. 5 into 3 15 plus 4 19. 19 into 10 ചെയ്തു. 1 and 0. നെക്സ്റ്റ് യൂണിറ്റ് പ്ലേസിലുള്ള നമ്പേഴ്സ് 4 into 3 this is equal to 12. അതിനെ അതേപോലെ എഴുതി. അപ്പോൾ ആൻസർ 2. 9 plus 1 10 1 5 1 6 7 7 0 2 വരും. ഇത് ശരിയാണെന്ന് എങ്ങനെ നോക്കാം? 54 into 13 ചെയ്ത് നോക്കിയാൽ മതി. 4 into 3 12. 5 into 3 15 plus 1 16. 1 4 1 5 2 6 4 10 1 5 6 7 0 2 ആൻസർ കിട്ടി. അപ്പൊ ഇത് വേറെ നമ്പേഴ്സിന് നോക്കുമ്പോഴും ഇത് ശരിയായിട്ട് വരുന്നുണ്ട് ഈ ഒരു മെത്തേഡ്. ഇനി നമ്മളോട് എന്താ പറഞ്ഞിരിക്കുന്നത്? എക്സ്പ്ലെയിൻ വൈ ദിസ് ഈസ് കറക്റ്റ് യൂസിങ് ആൾജിബ്ര. ആൾജിബ്ര വെച്ചിട്ട് ഇത് എങ്ങനെയാണ് കറക്റ്റ് എന്നുള്ളത് തെളിയിക്കാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ക്വസ്റ്റ്യനിൽ ഒരു ക്ലൂ തന്നിട്ടുണ്ട്. എന്താ ക്ലൂ തന്നിരിക്കുന്നത്? Recall that any 2-digit numbers can be written as 10m plus and as seen in the section 2-digit numbers of the lesson. അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് 46ന് നമ്മൾ എങ്ങനെ മാറ്റി എഴുതാം? 40 plus 6 ആണ്. 28ന് നമ്മൾ മാറ്റി എഴുതാം 20 plus 8 ആണ്. അപ്പൊ ഇത് 40 എന്ന് പറയുന്നത് എന്താണ്? ഏതോ 4 into 10 ആണ് 40. അതായത് ടെൻസിന്റെ പ്ലേസിലുള്ള നമ്പർ ആണ്. അപ്പൊ ഇവിടെയുള്ള നമ്പറിന് നമ്മൾ 10x എന്ന് എഴുതും. എക്സിന് 1 കൊടുത്താൽ 10 വരും, 2 കൊടുത്താൽ 20 വരും, 3 കൊടുത്താൽ 30 വരും, 4 കൊടുത്താൽ 40 വരും. 40 plus 6 യൂണിറ്റ് പ്ലേസിലുള്ളതിന് y അതേപോലെ എഴുതി. നെക്സ്റ്റ് ഇതേ കേസ് തന്നെയാണ് ഇവിടെയും. 10 into u plus v. നമ്മൾ നേരത്തെ ചെയ്ത x plus y into u plus v എന്നുള്ള ഫോമാണ്. ടെൻസിന്റെ പ്ലേസിൽ നമ്മൾ 10x 10u അങ്ങനെ കൊടുത്തിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇനി മൾട്ടിപ്ലൈ ചെയ്യുക എങ്ങനെയാണ്? 10x into 10u plus 10x into v plus y into 10u. 10x into v ചെയ്തു, y into 10u ചെയ്തു. നെക്സ്റ്റ് പ്ലസ് y into v. അപ്പൊ 10x into 10u എന്ന് പറഞ്ഞാൽ എന്താണ്? 10 into 10 100 into x u plus 10x v and 10u y ഉണ്ട്. അപ്പൊ 10 അതിൽ കോമൺ ആണ്. അതിനെ നമ്മൾ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ x v plus yu എന്ന് പറയാം. പ്ലസ് y v. ഇത് തന്നെയല്ലേ നമ്മൾ അവിടെ നേരത്തെ ചെയ്തത്? 100 into x എന്ന് പറയുന്നത് ഇവിടെ ഏതാണ്? 4 ആണ്. 100 into 4 into 6 അല്ലേ നേരത്തെ ചെയ്തത്? 4 into 6 അല്ല, 4 into u. 100 into 4 into u. u എന്ന് പറയുന്നത് ഇവിടെ 2 ആണ്. 4 into 2 പ്ലസ് 10 into xv. x എന്ന് പറയുന്നത് 4 ആണ്. x എന്ന് പറയുന്നത് 4 ആണ്. 4 into v എന്ന് പറയുന്നത് ഏതാണ്?